പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് സിനക്റ്റിക് മോഡൽ ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോ. നമുക്കറിയാം, ഒരുപാട് പാരഡൈംസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് പാരഡൈംസ് ഓഫ് ടീച്ചിങ് ആണ്. അത് ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിട്ട് നമ്മൾ ചുരുക്കി കാണരുത്. ഉദാഹരണമായിട്ട് ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ് എന്നൊന്നും പറയും പോലെയുള്ളൊരു മെത്തേഡല്ല. മറിച്ച് ഏതെങ്കിലും സിദ്ധാന്തത്തെ, പഠന സിദ്ധാന്തമാവട്ടെ, മനഃശാസ്ത്ര സിദ്ധാന്തമാവട്ടെ, സാമൂഹിക ശാസ്ത്ര സിദ്ധാന്തമാവട്ടെ, അതിനെ ക്ലാസ് റൂമിൽ കുട്ടികളുടെ സിദ്ധി വൈഭവങ്ങൾ വികസിപ്പിക്കാൻ എങ്ങനെ പ്രയോഗിക്കാം, ബോധനോദ്ദേശങ്ങളിൽ പ്രോക്സിമേറ്റ് ആൻഡ് അൾട്ടിമേറ്റ്, ഉടനെയുള്ള ലക്ഷ്യങ്ങളും ആത്യന്തികമായ ജീവിത ലക്ഷ്യങ്ങളും നേടാൻ പറ്റിയ അന്തരീക്ഷം ഈ സിദ്ധാന്തങ്ങളുടെ പിൻബലത്തോടു കൂടി ക്ലാസ് റൂമിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്. നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ബ്രൂസ് ജോയ്സ്, മാർഷ വീൽ എന്നിവരുടെ മോഡൽസ് ഓഫ് ടീച്ചിങ്, അതിൻ്റെ 9ാമത്തെ എഡിഷൻ ഇപ്പോൾ പുറത്തിറങ്ങുകയുണ്ടായി. അത്രയധികം വിറ്റുപോയ ഒരു കോപ്പിയാണ്, ഒരു പുസ്തകമാണത്. വളരെ ആധികാരികമായ ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിൽ 4 ഫാമിലിയായിട്ട് മോഡൽസിൻ്റെ ആവശ്യങ്ങളനുസരിച്ച്, ഇതിനായിട്ട് വൈജ്ഞാനികമായ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻ മോഡൽസ് എന്ന് പേരുള്ള 8ഓളം മോഡലുകളുണ്ട്. രണ്ടാമത് ഒരു മോഡൽ ബിഹേവിയറൽ മോഡൽസ് എന്നാണ്. അതായത് ബിഹേവിയറിസ്റ്റിക് പാരഡൈം ഓഫ് ടീച്ചിങ് ആണത്. ബിഹേവിയറിസ്റ്റിക് പാരഡൈമിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കൊച്ചു ഇത് അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് റീഇൻഫോഴ്സ് ചെയ്ത് കോംപ്ലക്സ് ബിഹേവിയർ, സങ്കീർണമായ ബിഹേവിയറിലേക്ക് ഷെയ്പ്പ് ചെയ്യുന്ന രീതിയാണല്ലോ ബിഹേവിയറിസ്റ്റിക് പാരഡൈം എന്ന് പറയുന്നത്. ഇപ്പോൾ സംഗീതം പഠിപ്പിക്കുന്നതും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതൊക്കെ അതിന് ഉദാഹരണമാണ്. ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ആദ്യം കോംപ്ലക്സ് അല്ലല്ലോ, ആദ്യം ചെറിയ രീതിയിൽ സ്റ്റിയറിംഗ് ഉറപ്പിക്കും, അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്ത് കോംപ്ലക്സ് ബിഹേവിയർ. ഡാൻസ് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ പാരഡൈമിനെയാണ് നമ്മൾ ബിഹേവിയറൽ പാരഡൈം എന്ന് പറയുക. നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് പാരഡൈമിൽ മെമ്മറിയുടെ എന്താണ്, ഇൻഫോർമേഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ്, പിയാഷയുടെ തിയറി എന്താണ്, ഓസ്ബെൽ എന്ത് പറയുന്നു, സുഷ്മൻ എന്ത് പറയും, അതാണത്. പിന്നെ 3ാമത്തെ ഫാമിലി പേഴ്സണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ, പേഴ്സണൽ ഫാമിലി അധികവും നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സെൽഫ് അവെയർനെസ്, സെൽഫ് ഇവാലുവേഷൻ, മറ്റുള്ളവരോട് നമ്മളെ പെരുമാറ്റം, സെൽഫ് കൺട്രോൾ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് പേഴ്സണൽ മോഡൽസ് എന്ന് പറയാം. നോൺ ഡയറക്റ്റീവ് മോഡൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. അതിൻ്റെ അടുത്ത മോഡലാണ് ഈ സോഷ്യൽ മോഡൽ. അതിൻ്റെ ലക്ഷ്യം തന്നെ വേറെയാണ്. സാമൂഹികമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക, ഈ സാമൂഹികമായ ജഡ്ജ്മെൻറ്റ്, ജൂറിസ്പ്രുഡൻഷ്യൽ മോഡലൊക്കെ അതിൽ വരുന്നതാണ്. റോൾ പ്ലേയിങ് മോഡൽ. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടി വ്യത്യസ്ത ഫാമിലിയിൽ ആയിട്ട് ഒട്ടേറെ മോഡലുകളുണ്ട്. ഏതാണ്ട് 80ഓളം മോഡലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ബ്രൂസ് ജോയ്സിൻ്റെ 9ാമത്തെ എഡിഷനിൽ. അത്രയധികം മോഡലുകൾ നമുക്ക് പരിചയപ്പെടാൻ അവസരം ലഭിക്കുകയാണ്. ഇതിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിൽപ്പെട്ട ആ ഫാമിലിയിൽപ്പെട്ട ഒരു മോഡലാണ് സിനക്റ്റിക് മോഡൽ. ഈ സിനക്റ്റിക് എന്ന പദത്തിൻ്റെ അർത്ഥം കൂടിച്ചേരുക എന്നാണ്, ജോയിനിങ് ടുഗദർ എന്നാണ്. എന്താണ് ഇവിടെ കൂടിച്ചേരേണ്ടത്? 2 തലത്തിൽ നമുക്ക് ഇത് വിസ്തരിക്കാം. ഒന്ന്, കൂടിച്ചേരേണ്ടത് കുട്ടികളുടെ ചിന്താ പ്രക്രിയയും അധ്യാപകരുടെ ചിന്താ പ്രകൃതിയും. കുട്ടികളുടെ കൂട്ടായിട്ടുള്ളതും ഒറ്റയ്ക്കായിട്ടുള്ളതും ആവാം, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് രണ്ടും ആവാം. ആ പ്രക്രിയകൾ സമന്വയിച്ച് വരേണ്ടതാണെന്ന്. വേറൊരു ചെറിയ സിദ്ധാന്തം എന്ന് പറയാം, റങ്കോ ആൻഡ് ചന്ത്സ് തിയറി എന്നാണ് പറയുക. 1995 റങ്കോ, RUNCO,
ആൻഡ് ചന്ദ്, CHANDS, ചന്ദ്സ് തിയറി. അവരുടെ മോഡൽ ഓഫ് ക്രിയേറ്റിവിറ്റിയിൽ അവർ പറയുന്നത് നോളജും മോട്ടിവേഷനും സമന്വയിച്ചാലേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നതാണ്. അത് വളരെ സത്യമാണ്. നോളജ് ഇല്ലാണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. സപ്തസ്വരങ്ങളെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തോളം അവഗാഹവും നോളജ് ഉള്ളത് കൊണ്ടാണ് പുതിയ പുതിയ രാഗങ്ങൾ, പുതിയ പുതിയ ട്യൂണുകൾ സൃഷ്ടിക്കാൻ അങ്ങ് ത്യാഗരാജസ്വാമികൾ മുതൽക്ക് ഈ റഹ്മാൻ വരെ, AR റഹ്മാൻ വരെ ഉള്ളവർക്ക് സാധിച്ചത്. പുതിയ ട്യൂൺ ഒരു സർഗസൃഷ്ടിയാണ്. ഈ സർഗസൃഷ്ടി ഉണ്ടാവണമെങ്കിൽ നോളജ് വേണം. അതുപോലെ തന്നെ നോളജ് മാത്രം ഉണ്ടായാൽ പോരാ. ഒരു ചിത്രകാരനെ സംബന്ധിച്ച് നോക്കൂ, ഒരു സർഗപ്രതിഭയായിട്ട് അദ്ദേഹത്തിൻ്റെ അതിന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തുടങ്ങിയത്, അതുപോലെ ആ സ്പേഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ള നോളജ് ഇതിനാവശ്യമാണ്. നോളജും ആവശ്യമാണ്. ഇപ്പോൾ പിക്കാസോവിൻ്റെ ഗുർണിക്കോ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കാലത്തുള്ള സാമൂഹിക യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള ആ നോളജ് അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നോളജും മോട്ടിവേഷനും. ശരിക്കും ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതൊന്നും കണ്ടുപിടിക്കുകയല്ല. ഇന്നോവേറ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉള്ളതിൽ പുതിയ പരസ്പര ബന്ധം കണ്ടുപിടിക്കലാണ് ക്രിയേറ്റിവിറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഞാൻ വീണ്ടും പറയുകയല്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് അതും വ്യക്തമാക്കാം. ഇപ്പോൾ ABCD എന്ന് നമ്മൾ പല പ്രാവശ്യം പലരും പറയുന്നത് കേട്ടതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ABCD എന്നൊക്കെ നമ്മൾ ചൊല്ലി പഠിച്ചതാണ്. എന്നാൽ മൺമറഞ്ഞു പോയ നമ്മുടെ കവി കുഞ്ഞുണ്ണി മാഷ് ABCDയിൽ ഒരു പുതിയ പരസ്പര ബന്ധം കണ്ടെത്തുകയാണ്. ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം, ഏടിക്കുള്ളിൽ BC ഇരിപ്പുണ്ടെന്നാണ് ആ തത്വം. ഏടിക്കുള്ളിൽ BC ഇരിപ്പുണ്ട് എന്നുള്ള കാലത്തിൻ്റെ തത്വം ABCD കാണുകയാണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പോഴൊരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആവുകയാണ്. അപ്പോൾ റങ്കോൻ്റെ ഈ അഭിപ്രായം നമ്മൾ മറക്കണ്ട, റങ്കോൻ്റെയും ചന്ദിൻ്റെയും ഈ അഭിപ്രായം. വേറൊരു വശവും കൂടി ഇതിന് എനിക്ക് നമ്മൾ സിനക്റ്റിക് മോഡലിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഈ ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണം നടക്കേണ്ടായി. അതിൽ ടോറൻസ്, E. പോൾ ടോറൻസ് പറയും, അദ്ദേഹത്തിൻ്റെ സംഭാവന അതുല്യമാണ്. അത് അവഗണിക്കാൻ പറ്റാത്ത സംഭാവനയാണ്. അദ്ദേഹം ഇതിൽ ഒട്ടേറെ ഗവേഷണം നടത്തുകയും ക്രിയേറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ആകത്തുകയാണ് സിനക്റ്റിക് മോഡൽ. അദ്ദേഹം പറയുന്നത് ഇതിൽ 3-4 സ്റ്റേജ് ഉണ്ടെന്നാണ്. ഇതിപ്പോൾ നമ്മുടെ സിനക്റ്റിക് മോഡലിൻ്റെ സിൻടാക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റേജസൊക്കെ പ്രധാനമായിട്ട് വരും. അതിൽ അദ്ദേഹം പറയുന്നത് പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലൂമിനേഷൻ, വെരിഫിക്കേഷൻ, 4 സ്റ്റേജാണ്. പ്രിപ്പറേഷൻ, പ്രോബ്ലം അവെയർനെസ് ആണത്. പ്രോബ്ലം നമുക്ക് കിട്ടുകയാണ്, എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്കറിയില്ല, അതിൻ്റെ നാനാവശവും നമുക്ക് ക്ലിയറായി കിട്ടുകയാണ്. അതാണ് പ്രിപ്പറേഷൻ. ഇൻക്യുബേഷൻ, റെഡിമെയ്ഡ് സൊല്യൂഷനൊന്നും ഇല്ല. കാരണം നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചോ കൺവേർജൻ്റ് തിങ്കിങ് പ്രോസസ്സ് ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അതിന് ഡൈവേർജൻ്റ് തിങ്കിങ് ഫെസിലിറ്റിയാണ്. ഇവിടെ ഞാൻ വീണ്ടും JP ഗിൽഫോർഡിൻ്റെ ഡൈവേർജൻ്റ് തിങ്കിങ്, അദ്ദേഹത്തിൻ്റെ ആ ക്യൂബ്, ഇൻ്റലിജൻസ് തിയറിയിൽ ക്യൂബ്, അതിൽ ഡൈവേർജൻ്റ് തിങ്കിങ് ആണ് ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കണം നമ്മൾ. അപ്പോൾ ഈ അത് അളക്കാനുള്ള ഒരുപാട് ടെസ്റ്റൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചർച്ചയിൽ അത് ഉൾപ്പെടുത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡൈവേർജൻ്റ് തിങ്കിങ് വേണം, വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയണം. മറ്റുള്ളവർ ബീറ്റൺ ട്രാക്ക് എന്ന് പറയും, മറ്റുള്ളവർ ചിന്തിച്ച് അതേ വഴിക്ക് മുമ്പേ ഗമിക്കുന്നൊരു ഗോവ് തൻ്റെ പിമ്പേ ഗമിപ്പൂ പല ഗോക്കളല്ല. അതൊരിക്കലും ക്രിയേറ്റിവിറ്റിയെ സഹായിക്കില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് കൺവേർജൻ്റ് തിങ്കിങ് ആണ്. അതായത് ഒരാൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അതേമാതിരി അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് കൺവെൻഷണൽ ടീച്ചിങ് കൊണ്ട് ഒരിക്കലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വെർദീമറുടെ പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. വെർദീമർ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്, നമ്മൾ പഠിച്ച അതിൻ്റെ എക്സ്പോണൻ്റ് ആയിരുന്നല്ലോ, അതിൻ്റെ ഉപജ്ഞാതാവായിരുന്നല്ലോ വെർദീമർ, മാക്സ് വെർദീമർ. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് തിങ്കിങ്ങിൽ അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട്.
അത് 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അദ്ദേഹം ഈ ഏറിയ കാണാൻ പഠിപ്പിക്കുകയാണ്. പാരലലോഗ്രാമിൻ്റെ അല്ല, കാണാൻ പഠിപ്പിച്ചത് റെക്റ്റാങ്കിളിൻ്റെയാണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദീർഘചതുരം. ഈ ഏറിയ എന്നുള്ളതിൻ്റെ ഫിഗറൽ കോൺസെപ്റ്റാണ് അദ്ദേഹം ആദ്യം പഠിപ്പിക്കുന്നത്. ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത് എന്നുള്ള നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലല്ല, അത് കൺവെൻഷണൽ രീതിയാണ്. ഇതേ ഫിഗറൽ കോൺസെപ്റ്റ്. എന്താണ് ഏറിയയുടെ ഫിഗറൽ കോൺസെപ്റ്റ്? എന്താണ് ഏറിയയുടെ ഫിഗറൽ കോൺസെപ്റ്റ്? ഏറിയ നമ്മളെപ്പോഴും സ്ക്വയറായിട്ടാണ് ചിത്രീകരിക്കുക. സ്ക്വയർ കിലോമീറ്റർ, ഒരു സംസ്ഥാനത്തിൻ്റെ ഏറിയ പറയുമ്പോൾ സ്ക്വയർ കിലോമീറ്റർ. ഒരു ടേബിളിൻ്റെ ഏരിയ പറയുന്നത് സ്ക്വയർ ഇഞ്ചസോ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സോ. ഒരു സ്റ്റാമ്പിൻ്റെ ഏരിയ സ്ക്വയർ മില്ലിമീറ്റർ. സ്ക്വയർ 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 സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ഈസ് ദ ഫിഗറൽ കോൺസെപ്റ്റ് ഓഫ് ഏരിയ. അപ്പോൾ ഈ ഏരിയ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പേപ്പർ കട്ടിങ്സും തുണിയൊക്കെയാണ്. അതിനെ സ്ക്വയേഴ്സ് ആക്കി എത്ര സ്ക്വയർ ഉണ്ടോ അതാണ് അതിൻ്റെ ഏരിയ എന്ന് പഠിപ്പിച്ചു. പലതരം വലുപ്പത്തിലുള്ള. അതിനുശേഷം ഒരു പാരലലോഗ്രാം കട്ട് ചെയ്ത് കൊടുത്തു കുട്ടികൾക്ക്. 2 സൈഡും ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടുള്ള ഒരു പാരലലോഗ്രാം കട്ട് ചെയ്ത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ 5ാം ക്ലാസ്സുകാരാണ്. ചിലർ പറഞ്ഞു, ഓ ദിസ് ഇസ് നോട്ട് ടോട്ട് ടു അസ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ചില്ല. ഒരു കുട്ടി പറഞ്ഞത് എനിക്ക് അറിയാമായിരുന്നു, മറന്നുപോയതാണ്. കുട്ടികൾ അങ്ങനെയൊക്കെ പറയുമല്ലോ. ഒരു പെൺകുട്ടി ഇതിൻ്റെ ഒരു കോർണർ ഇങ്ങോട്ട് മടക്കി, ഇതാണ് പ്രശ്നം. ഉടനെ മറ്റേ കോർണർ മടക്കി, ആഹാ, അതാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുക. ആഹാ, ഈ ഭാഗം കട്ട് ചെയ്ത് ഈ ഭാഗത്ത് വെച്ചാൽ ഇത് റെക്റ്റാങ്കിൾ ആയല്ലോ, ഞാൻ ഏറിയ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. ഒരാൺകുട്ടി ഈ പേപ്പറിനെ ഇങ്ങനെ ഇട്ട് മടക്കി വള പോലെ അങ്ങോട്ടാക്കി. 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത പേപ്പറാണല്ലോ, വള പോലെ അങ്ങോട്ടാക്കി. സർ, മേ ഐ ഹാവ് എ പെയർ ഓഫ് സിസേഴ്സ്, ഐ ക്യാൻ കട്ട് ഇറ്റ് എനിവേ. എവിടെ വേണമെങ്കിൽ മുറിച്ചിട്ട് ഞാനിത് റെക്റ്റാങ്കിൾ ആക്കിക്കോളാം, ഏറെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. അതാണ് ആഹാ എക്സ്പീരിയൻസ് എന്നറിയാം. ഇതൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഉള്ള ഒരു മാർഗ്ഗമാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ്. കൺവെൻഷണൽ രീതിയിൽ പഠിച്ചാൽ ഒരിക്കലും പ്രൊഡക്റ്റീവ് തിങ്കിങ് ഉണ്ടാവില്ല. ഈ പ്രൊഡക്റ്റീവ് തിങ്കിങ് ഉണ്ടാവാനുള്ള ലക്ഷ്യത്തോടു കൂടി കുട്ടികളിൽ നിർലീനമായ ഈ കഴിവുകളോട്, ഇതിന് ബേസിക് അസംഷൻ എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ദൈവികമായ ഒരു സിദ്ധിയാണ് എന്നൊക്കെ ഉള്ള ധാരണ, അത് നമുക്ക് തിരുത്തണം. എല്ലാവരും ക്രിയേറ്റീവാണ്, ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും. അവർ ക്രിയേറ്റീവ് അല്ലാതായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സർഗാത്മക ചിന്തകളെ, നൂതന ചിന്തകളെ നിരുത്സാഹപ്പെടുത്തുന്നതുകൊണ്ടാണ്. അങ്ങനെ നിരന്തരം നിരുത്സാഹപ്പെടുത്തിയാൽ കണ്ടീഷനിങ് വരും. കണ്ടീഷനിങ്ങിൽ പുതിയൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതല്ല, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുക. എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട്, അത് നർച്ചർ ചെയ്യാവുന്നതാണ്, വികസിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ബേസിക് അസംഷൻ. അതിനുവേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു മോഡലാണ് ഈ സിനെക്റ്റിക് മോഡൽ. ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. സ്റ്റേൺബർഗിൻ്റെ ഇൻ്റലിജൻസ് തിയറി നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മളിത് ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ അതിൽ മാത്രം ഒതുങ്ങി പഠിപ്പിച്ചു പോകുന്നതാണ് കുഴപ്പം. ഇതിനൊക്കെ ഒരു സാമാന്യ സ്വഭാവമുള്ളത്. ഇപ്പോൾ ഈവൻ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരെ ഇതിൻ്റെ അംശങ്ങൾ നമുക്ക് ചിന്തിച്ച് ഇതിനോട് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറിയിൽ നമുക്കറിയാം, കോമ്പോണൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ, കോണ്ടെക്സ്ച്വൽ, ഇങ്ങനെ ട്രയാർക്കിക് ആണല്ലോ. ഈ കോമ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ഇൻപുട്ട് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിശക്തി, നമ്മളുടെ അനുഭവജ്ഞാനം കൊണ്ട് നമ്മൾ നേടുന്ന. എക്സ്പീരിയൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ സാഹചര്യം ഉണ്ടാകുന്ന വ്യത്യസ്തമായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതാണ് ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഘടകം. മൂന്നാമത് പറഞ്ഞ കോണ്ടെക്സ്ച്വൽ എന്ന് പറഞ്ഞാൽ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പഠിച്ച അറിവും നമ്മളുടെ സർഗാത്മക ചിന്തയും പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നതിൻ്റെ അന്വേഷണമാണ്. അപ്പോൾ ഈ 3 എക്സ്പീരിയൻഷ്യൽ ഈ കോമ്പോണൻറ്റ് ഈ ട്രയാർക്കിക് തിയറിയിൽ അതും ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഈ സിദ്ധാന്തങ്ങളുടെയൊക്കെ പിൻബലത്തിൽ, അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു
സിദ്ധാന്തം, ലബ്ധപ്രതിഷ്ഠമായ ഒരു സിദ്ധാന്തം, അതിൻ്റെ സന്ദേശം ക്ലാസ് റൂം ടീച്ചിങ്ങിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം ഫലപ്രദമായി, ഇതാണല്ലോ മോഡൽ, ടീച്ചിങ് മോഡൽ. അപ്പോൾ ഇവിടെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് നടന്ന ഒരുപാട് ഗവേഷണങ്ങൾ, പ്രത്യേകിച്ചും വില്യം ജെ ഗോർഡൻ, അതുപോലെ ജോർജ് പ്രിൻസ്, ഈ രണ്ടാൾക്കാർ ഈ മേഖലയിൽ കുറേ ഗവേഷണം നടത്തിയിട്ടായി. അതിൽ ഇവരുടെ ഉദ്ദേശം ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റിവിറ്റി എങ്ങനെ ഉണ്ടാക്കാം, ഈ വ്യാവസായിക രംഗത്ത് ക്രിയേറ്റിവിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടി അവർ ഡിസൈൻ ചെയ്ത മോഡലാണിത്. അത് ക്ലാസ് റൂം അന്തരീക്ഷത്തിലേക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ കൊണ്ടുവരാം, ഈ ചിന്തയാണ് ബ്രൂസ് ജോയ്സിനെയും മാർഷ വെയിലിനെയും സിനെക്റ്റിക് മോഡൽ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. കുറച്ച് നീണ്ടുപോയോ ആമുഖം എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരികയാണ്. ഈ മോഡലിൽ എല്ലാ ടീച്ചിങ് മോഡലിലും നമുക്ക് 4 പില്ലേഴ്സ്, 4 ഈ എല്ലാ മോഡലിലും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണത്, ഈ 4 എണ്ണം. അതെന്താണ്? ഒന്ന് സിൻടാക്സ് എന്ന് പറയും. ഈ സിൻടാക്സ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി നമ്മൾ ക്ലാസ് റൂമിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നമുക്കുള്ളൊരു ധാരണ, ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണത്. എന്തൊക്കെ ചെയ്യണം, സിൻടാക്സ്, ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം. അപ്പോൾ ഓരോ മോഡലിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലാണെങ്കിൽ നോൺ എക്സാമ്പിളേഴ്സ് കൊടുക്കലാണ്, ഉദാഹരണം അല്ലാത്തത് കൊടുക്കലാണ്, എന്നിട്ട് ഉദാഹരണം അല്ലാത്തതും തമ്മിലുള്ള ഇത് കണ്ടെത്തലാണ്. അത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇൻക്വയറി ട്രെയിനിങ് മോഡലാണെങ്കിൽ പസിൽ പ്രസൻറ്റേഷനാണ്, പസിൽസ് കൊടുക്കുകയാണ്. ജൂറിസ്പ്രുഡൻഷ്യൽ ഇതിലാണെങ്കിൽ സിൻടാക്സിൽ ആദ്യം കൊടുക്കുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ, വാദപ്രതിവാദത്തിന് വക നൽകുന്ന ഒരു ഇഷ്യൂ കൊടുക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ അനുകൂലമായ പ്രതികൂലം. അപ്പം ഞാൻ പറഞ്ഞത് സിനെക്റ്റിക് മോഡലിന് ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത് വേണ്ട നെസസറി ഇൻപുട്ട് ഓഫ് ദ പ്രോബ്ലം, അതാണ് ഫേസ് 1. 7 ഫേസ് ഉണ്ട് ഏതിൽ, സിൻടാക്സിൽ. ഒന്നാമത്തെ ഫേസിൽ ഇൻപുട്ട് നോളജ്, ഈ പ്രശ്നത്തിൻ്റെ നാനാവശത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് കൊടുക്കുക. ഒരു പ്രശ്നമുണ്ട്, പുതിയ പ്രശ്നം പരിഹരിക്കണം, അതിനുള്ള മോട്ടിവേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് ഇതിൻ്റെ നാനാവശവും പറഞ്ഞു കൊടുക്കുക. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഡയറക്റ്റ് അനാളജി കൊടുക്കുക. ഡയറക്റ്റ് അനാളജി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഉദാഹരണങ്ങൾ ഒക്കെ പറഞ്ഞ് കൊടുക്കുക, ഇന്ന രീതിയിൽ എന്നുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തേത് കുട്ടികളോട് അനാളജി ആവാൻ പറയുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു തീവണ്ടിയെ പറ്റി പഠിപ്പിക്കണമെങ്കിൽ കുട്ടികളോട് തീവണ്ടി ആവാൻ പറയുക. ഓക്കെ, കുട്ടികളോട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിനുള്ള അവസരം കിട്ടുന്നതാണ്. അതിനുശേഷം അവരുടെ ആദ്യം കൊടുത്ത അനാളജിയും ഉദാഹരണങ്ങളും അവരുടെ സ്വയം അവരെ രൂപപ്പെടുത്തിയുണ്ടായ അനാളജിയും തമ്മിൽ, ഉദാഹരണങ്ങളും തമ്മിൽ, അനുഭവങ്ങൾ, അനാളജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദാഹരണം എന്നുള്ളതിൽ ചുരുക്കരുത്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ക്ലാസ് റൂമിൽ നടന്ന പഠനങ്ങൾ, ഇത് തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട്, എത്രത്തോളം സമാനതകളുണ്ട് എന്നൊക്കെ ഉള്ള ചർച്ചയാണ് അത് നടത്തുക. അത് അടുത്ത സ്റ്റേജിൽ ഇത് കമ്പയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത സ്റ്റേജിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് ഹൈലൈറ്റ് ചെയ്യുക. പുതിയ ഇതിനെ അവരുടെ അനുഭവമായിട്ട് എന്താ വ്യത്യാസമുണ്ടത്. കുട്ടികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ക്രിയേറ്റിവിറ്റി ടെസ്റ്റിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥികളോട് ഒരു ടീച്ചർ ചോദിക്കുന്നത് പരസ്പര ബന്ധമില്ലാത്ത 2 കാര്യങ്ങൾക്ക് പരസ്പര ബന്ധം കണ്ടെത്താനാണ്. അതായത് തീവണ്ടിയും ഒരു പോയം തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താൻ പറഞ്ഞു. പലരും പലതും കണ്ടെത്തി. ചിലർ പറഞ്ഞു തീവണ്ടിക്ക് ബോഗികളുള്ള മാതിരി ഇതിന് സ്റ്റാൻസകളുണ്ട്, തീവണ്ടിക്കൊരു താളമുള്ളതുപോലെ കവിതയ്ക്ക് റിഥമുണ്ട്, താളമുണ്ട്, തീവണ്ടിയിലിരുന്ന് കവിത വായിക്കാവുന്നവരെ പറഞ്ഞവരുണ്ട്. അത് ശരിയല്ലേ, തീവണ്ടിയിലിരുന്ന് കവിത വായിക്കാം, തീവണ്ടിയുടെ താളത്തിൽ കവിതയ്ക്ക് താളാത്മകമായ നമുക്ക് ചൊല്ലാം.
ഒരു കുട്ടി പറഞ്ഞത് തീവണ്ടി ദ ട്രെയിൻ വിൽ ടേക്ക് അസ് എ ട്രിപ്പ് അറൗണ്ട്, എ പോയം ഓൾസോ വിൽ ടേക്ക് അസ് എ ട്രിപ്പ് അറൗണ്ട് എന്നാണ്. സത്യമാണ്, വൈകാരികമായ ഒരു ട്രിപ്പ് നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക്, ഭാവനാ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും നോക്കൂ. കുട്ടികൾക്ക് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാർക്ക് 9ാം ക്ലാസ്സുകാർക്ക് ഇങ്ങനെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന അവസരം കൊടുത്തിട്ടല്ലേ. ഈ അവസരം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സിനക്റ്റിക് മോഡലിൻ്റെ പ്രത്യേകത. ഈ അവസരം കൊടുക്കാൻ ബോധപൂർവം പ്ലാൻ ചെയ്യുന്നതാണ് സിനക്റ്റിക് മോഡൽ. ആ അവസരം കൊടുക്കുക. അതിനുശേഷം എക്സ്പ്ലോറേഷൻ, പുതിയ ഇതായിട്ട് ഈ പുതിയ നമ്മുടെ അനുഭവങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് എത്രത്തോളം സഹായകമാണെന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതൊരു തരം ഇവാലുവേഷനാണ് എക്സ്പ്ലോറേഷൻ. അതിനുശേഷം ഇതുപോലെ പുതിയ ഇത് ജനറേറ്റ് ചെയ്യുക. പുതിയ ഇത് കൂടാതെ ഇപ്പോൾ ഒരു ഗ്രൂപ്പുകാരുണ്ടാക്കിയത് വേറൊരു ഗ്രൂപ്പുകാരുണ്ടാക്കിയത് ഒക്കെ താരതമ്യം ചെയ്യുക. ഒരു വ്യക്തി ഉണ്ടാക്കിയത് വേറൊരു വ്യക്തി ഉണ്ടാക്കിയത് തമ്മിൽ താരതമ്യം ചെയ്യുക. എന്നിട്ട് പുതിയത് ഉണ്ടാക്കാൻ വീണ്ടും പ്രേരിപ്പിക്കുക. ഇതൊക്കെയാണ് ഇങ്ങനത്തെ 7 ഘട്ടങ്ങളാണ്. ഞാൻ ഒന്നും കൂടി പറയാം, ഇംഗ്ലീഷ് പറയാം. 1 ഇൻപുട്ട് എക്സ്പീരിയൻസ്, പ്രിപ്പറേഷൻ ടോറൻസ് പറഞ്ഞ. 2ാമത് ഡയറക്റ്റ് അനാളജി, അനുഭവങ്ങൾ കൊടുക്കുക ഡയറക്റ്റായിട്ട്, ഉദാഹരണങ്ങൾ സഹിതം. 3 ആസ്കിങ് ദം ടു ബിക്കം അനാളജി. ഞാൻ തീവണ്ടിയുടെ ഉദാഹരണം പറഞ്ഞു, കുട്ടി തീവണ്ടിയാക്കാൻ. അടുത്തത് പറഞ്ഞത് അതിനാണ് പേഴ്സണൽ അനാളജി എന്നറിയാം, പേഴ്സണൽ അനാളജി. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഈ കമ്പാരിസൺ, താരതമ്യപ്പെടുത്തുക. അനാളജി, ഡയറക്റ്റ് അനാളജിയും പേഴ്സണൽ അനാളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും സമാനതകളും താരതമ്യപ്പെടുത്തുക. അടുത്ത സ്റ്റേജ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യുക. 6ാമത്തെ സ്റ്റേജാണ് എക്സ്പ്ലോറേഷൻ. ഈ പുതിയ അവരുടെ അനുഭവങ്ങൾ, അവർ കണ്ടെത്തിയ സൊല്യൂഷൻസ് എത്രത്തോളം ഈ പ്രശ്നപരിഹാരത്തിന് സഹായകമാണ് എന്ന് അത് പലരും തമ്മിലുള്ളത് താരതമ്യപ്പെടുത്തുക, പല ഗ്രൂപ്പുകളും തമ്മിൽ. അവസാനം അതിൻ്റെ പുതിയ സൊല്യൂഷൻസ് വീണ്ടും ജനറേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സിൻടാക്സിലുള്ള പ്രധാനപ്പെട്ട ഫേസസ്. സിൻടാക്സ് എന്നാണല്ലോ ബ്രൂസ് ജോയ്സ് മാർഷ വെയിൽ ഇതിനെ പറയുന്നത്. ഇനി 2ാമത്തെ ഇതിൻ്റെ പില്ലർ എന്ന് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനിൽ നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്, ക്ലാസ്സിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട രീതി എന്താണെന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നതുകൊണ്ട് എല്ലാ മോഡലും ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളെപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, റെസ്ട്രിക്റ്റീവ് ആവരുത്. കുട്ടികളുടെ ഓട്ടോണമിയെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളുടെ അവരുടെ പ്രതികരണം നമുക്ക് മണ്ടത്തരമാണെന്ന് തോന്നിയാലും അങ്ങനെയൊന്നുമില്ല, മണ്ടത്തരമൊന്നുമില്ല. വാട്ട് മെയ്ഡ് ദം, അങ്ങനെ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്തെന്ന് അവരോട് ചോദിച്ച് സ്വീകാര്യത, ആക്സെപ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്, അത് വളരെ പ്രധാനമാണ്. എൻകറേജ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഈ ടോളറേറ്റ് ചെയ്യാൻ, അതായത് ഈ എന്താ പറയുക, ഈ അനിശ്ചിതത്വം ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കുട്ടികളുണ്ടാക്കുക. അതുണ്ടാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ, ഇപ്പോൾ കടങ്കഥകൾ പോലും ഈ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കടങ്കഥകളൊക്കെ കൊടുത്തിട്ട് അതിനെപ്പറ്റി ഓരോരുത്തരുടെ വ്യാഖ്യാനം, എന്താ അങ്ങനെ വ്യാഖ്യാനിക്കാൻ തോന്നിയത്, ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ചെയ്യുക. പിന്നെ ഈ ലേറ്ററൽ തിങ്കിങ്, ഹൊറിസോണ്ടൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സാഹചര്യത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ അത് എന്താണ് അനന്തരഫലം ഉണ്ടാകും. ഇപ്പോൾ കവിതയൊക്കെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു വാക്കിന് പകരം നമ്മൾ വേറൊരു വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ അതെങ്ങനെയാവുമായിരുന്നു, അതിൻ്റെ മാനം, അതിൻ്റെ ധ്വനി എന്നൊക്കെ നമുക്ക് ഒരു വാക്ക് ചിലപ്പോൾ ഒരുപാട് നമുക്ക് ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആശയമുണ്ടോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ടീച്ചറുടെ റിസോഴ്സ്ഫുൾനെസ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ആ രീതിയിലുള്ള ചിന്ത ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, അതാണ് നമ്മൾ വേണ്ടത്. എപ്പോഴും മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. ലേറ്ററൽ തിങ്കിങ്, മാറ്റങ്ങൾ വരുത്തിയാൽ എന്തുണ്ടാവും,
പുതിയ പുതിയ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, എന്ത് അനന്തരഫലങ്ങളുണ്ടാവും, എത്രത്തോളം കമ്മ്യൂണിക്കേറ്റീവ് ആവും, എത്രത്തോളം ഇഫക്റ്റീവ് ആവും എന്നൊക്കെ ചിന്തിക്കുന്ന അതിനെയാണ് നമ്മൾ പറയുക. പിന്നെ ഡൈവേർജൻറ്റ് തിങ്കിങ്, അതായത് വ്യത്യസ്തമായ ഈ ഗിൽഫോർഡിൻ്റെ ഒരു ഐറ്റം, ഒരു ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് എങ്ങനെ ചിന്തിക്കാനുള്ള അളക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു ഇഷ്ടിക ബ്രിക്ക്, എന്തെല്ലാം പ്രയോജനമുണ്ട് ഇഷ്ടിക കൊണ്ട്. ഇഷ്ടിക കൊണ്ട് മതിൽ കെട്ടാം, ചടിക്ക് തലം കെട്ടാം, ഈ സീറ്റ് ഉണ്ടാക്കാം, ബിൽഡിങ് ഉണ്ടാക്കാം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗം ആരാ പറയണത്? ആരാണ് അതിൽ പുതുമയുള്ള ഉപയോഗം കണ്ടെത്തുന്നത്? അത് പൊടിച്ച് മുളക് പൊടിയിൽ മായം ചേർക്കാൻ നമുക്ക് എഴുതാം, അത് ആക്രമിക്കാൻ ഉപയോഗിക്കാം, ഈ ശത്രുവിനെ ആക്രമിക്കാൻ ഉപയോഗിക്കാമെന്ന് എഴുതാം. ഞാൻ അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗം ആരാ എഴുതുന്നോ അതൊരു ഡൈവേർജൻറ്റ് തിങ്കിങ് ഫെസിലിറ്റിയാണ്. അത് ഒക്കെ ക്രിയേറ്റിവിറ്റിയിലെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്താണ്ട്. ഇനി ഇതിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരിക, സമയം നമുക്ക് അധികം ഇല്ലാത്തതുകൊണ്ട്. സപ്പോർട്ട് സിസ്റ്റം, ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മോഡൽ നടപ്പിലാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം, അതാണല്ലോ സപ്പോർട്ട് സിസ്റ്റം. ഇതിൽ നമ്പർ 1 ടീച്ചേഴ്സ് റിസോഴ്സ്ഫുൾനെസ് തന്നെയാണ്. ടീച്ചർ റിസോഴ്സ്ഫുൾ ആയാൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യില്ലാതെ നമുക്കെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ റിസോഴ്സ്ഫുൾ ആവുക. ടീച്ചർക്ക് ഈ ഇതിനെക്കുറിച്ച് ഉള്ള ഭാവനകൾ, ടീച്ചറുടെ മനസ്സിൽ ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തെല്ലാം സാധ്യതകളുണ്ട്, അതൊക്കെ വളരെ പ്രധാനമാണ്. പ്രോപ്പർ ഗൈഡൻസ്, ടീച്ചറുടെ ഗൈഡൻസ്, ടീച്ചേഴ്സ് റിസോഴ്സ്ഫുൾനെസ്, ടീച്ചേഴ്സ് ഗൈഡൻസ് വളരെ പ്രധാനമാണ്. പിന്നെ അതിന് അനുയോജ്യമായ മറ്റ് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? ഷെയർഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ, അത് അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ റിച്ച് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെൻറ്റ് കൊടുക്കണം. കുട്ടികളുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള പസിൽസും പ്രശ്നങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുട്ടികളുടെ സർഗഭാവനയെ ഉണർത്താൻ പറ്റിയ എന്തൊക്കെ അവസരങ്ങൾ കൊടുക്കാമോ അതൊക്കെ കൊടുക്കണം. ഇനി നമുക്കിതിൽ പറയാനുള്ളത് ഇതിൻ്റെ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചാണ്. എല്ലാ മോഡലിലും ഉണ്ടല്ലോ. ഈ സോഷ്യൽ സിസ്റ്റം 3 രീതിയിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചത് ഓർക്കുക. ഒന്ന്, ഹൈലി സ്ട്രക്ചേർഡ് സോഷ്യൽ സിസ്റ്റം. ഹൈലി സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർ കൂടുതൽ ഈ സ്വാധീനം ചെലുത്തി, നിയന്ത്രണം ഏർപ്പെടുത്തി, ടീച്ചറുടെ തീരുമാനം അനുസരിച്ച് സ്ട്രക്ചർ ചെയ്യപ്പെട്ടതിനാണ് ഹൈലി സ്ട്രക്ചേർഡ് എന്ന് പറയുക. അഡ്വാൻസ് ഓർഗനൈസർ മോഡലൊക്കെ അതിന് ഉദാഹരണമാണ്. ടീച്ചറാണ് തീരുമാനിക്കുന്നത് എന്ത് അഡ്വാൻസ് ഓർഗനൈസർ കൊടുക്കണം, എങ്ങനെ ഇത് സ്കാഫോൾഡിങ് കൊടുക്കണം, അഡീഷണൽ സ്കാഫോൾഡിങ് കൊടുക്കണം, ഒക്കെ ടീച്ചറാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും ഏതാണ്ട് ഹൈലി സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് സോഷ്യൽ സിസ്റ്റമാണ്. ലോ സ്ട്രക്ചേർഡ് ഉണ്ട്, അതായത് ടീച്ചർക്ക് ഒരു റോളും ഇല്ല. ഉദാഹരണമായിട്ട് ഇൻക്വയറി ട്രെയിനിങ് മോഡലിൽ ടീച്ചർ പസിൽസ് അവതരിപ്പിച്ച് പിന്നെ ടീച്ചർ കുട്ടികൾ കണ്ടുപിടിക്കണം, കുട്ടികൾ ഹൈപ്പോത്തസൈസ് ചെയ്യണം, കുട്ടികൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ടീച്ചർ വലിയ റോളൊന്നുമില്ല. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ ടീച്ചറുടെ റോള് വളരെ പ്രധാനമാണ്, കുട്ടികളുടെ റോളും പ്രധാനമാണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മോഡറേറ്റ്ലി സ്ട്രക്ചേർഡാണ് ഈ സോഷ്യൽ സിസ്റ്റം എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, സിൻറ്റാക്സ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ പറഞ്ഞു, സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു, സോഷ്യൽ സിസ്റ്റവും പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ്, നർച്ചറിൻ്റെ പ്രോക്സിമേറ്റ് ആൻഡ് അൾട്ടിമേറ്റ്. ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ്, നർച്ചർ ആൻഡ് ഇഫക്റ്റ്, അതിനെക്കുറിച്ചും കൂടി നമുക്കൊന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പറയാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്താ? കുട്ടിക്ക് ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല പോലെ ആഹ്ലാദപൂർവ്വം മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആ കൺവെൻഷണൽ രീതിയിലാകുമ്പം ബെല്ലടിക്കുന്നത് എന്താണെന്നിങ്ങനെ കുട്ടി അക്ഷമനായിരിക്കുന്ന കുട്ടിയെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുക, അവൻ്റേതായ സർഗഭാവന, അവൻ്റെ ഓട്ടോണമിയും അവൻ്റെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടതിലുള്ള ത്രില്ലും, അതൊന്ന്. 2, മെമ്മറിയെ കൂടുതൽ ഇതാക്കുന്നതാണ് കുട്ടിക്ക്. അത് വളരെ പ്രധാനമാണ്. അത് ഈ കുട്ടിയെ കൂടുതൽ മെമ്മറി, കുട്ടിയുടെ അറിവ് കൂടുതൽ വർദ്ധിപ്പിക്കും. അണ്ടർസ്റ്റാൻഡിങ്,
ആഴങ്ങൾ വർദ്ധിക്കും. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, അതൊക്കെയാണല്ലോ ഇതിന് വേണ്ടത്, അത് വർദ്ധിക്കും. പിന്നെ അക്കാഡമിക് കരിക്കുലർ അച്ചീവ്മെൻറ്റ്, അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് നേടും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ്. ഇതിൻ്റെ നർച്ചറൻ്റ് ഇഫക്റ്റ് എന്താണ്? കുട്ടി സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും, അനലറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യും. ഒരു പുതിയ പ്രോബ്ലം വന്നാൽ അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ആരെയും ആശ്രയിക്കാതെ അതിനെ അഭിമുഖീകരിക്കാൻ പഠിക്കും. അതിന് എന്തൊക്കെ രീതിയുണ്ട് അതിനെ നോക്കും. അഡ്വഞ്ചറിസം എന്നൊക്കെ പറയുന്നില്ല ഇവൾ, ഒരു അഡ്വഞ്ചറിസം, സാഹസികത വ്യക്തിത്വത്തിൻ്റെ ഒരു ഇതായിട്ട് മാറും. പിന്നെ എക്സ്പെരിമെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും, ഒരു ഗവേഷണാത്മക ചിന്ത അതിൽ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ നർച്ചറൻ്റ് ഇഫക്റ്റ്. അപ്പോൾ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഞാൻ നടത്തിയത്, എനിക്കറിയാം. ഇതാണ് സിനെക്റ്റിക് മോഡലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരും വിജയശ്രീ ഹാജരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.